ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സിഡ്നിയിലാണുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് പ്രാവശ്യം സിഡ്നിയിലാണ് ഇറങ്ങിയത്. എന്നിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് സിഡ്നി സിറ്റിയൊക്കെ കണ്ടിട്ട് തിരിച്ചിപ്പോൾ സ്പെയിനിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം ഇപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്ന റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇവിടെ മാർട്ടിൻ പ്ലേസ് എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇനിയും ഗാർഡനിലേക്ക് നമ്മൾ നടക്കാൻ പോവാണ്. മെട്രോ സ്റ്റേഷനൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ്. നമുക്ക് സിഡ്നി കാഴ്ചകൾ കാണാം. നമ്മൾ ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് നടക്കാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇത് സ്റ്റേറ്റ് ലൈബ്രറിയുടെ അടുത്തായിട്ടാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വിസിറ്റേഴ്സ് മാപ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയുമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിസ്തീർണം. ഇതിൻ്റെ ഒരറ്റത്താണ് ഒപ്പറ ഹൗസ്, പിന്നെ ഇതിൻ്റെ ഏതോ ഒരു സൈഡിലാണ് ഹാർബർ ബ്രിഡ്ജ്. അപ്പം നമുക്കിനിയും നടന്ന് കാണാം. എൻ്റെ ഗൈസ്, അവിടെ കാണുന്ന ആ പാലം എനിക്ക് തോന്നുന്നു ഹാർബർ ബ്രിഡ്ജ് ആണെന്നാണ് തോന്നുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. കണ്ടിട്ടൊരു ഹാർബർ ബ്രിഡ്ജിൻ്റെ പാർട്ട് പോലുണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് ഗാർഡൻ കാണാം. നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ വന്നേക്കുന്നത്. ഏകദേശം ഒരു 12-11 ആയപ്പോഴാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് നടക്കുന്നത്. എനിക്കൊരു പനിക്കോളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം നടക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും നമ്മൾ മൊത്തം ഗാർഡൻ കറങ്ങി നടക്കുന്നില്ല. കുറച്ച് അതിൻ്റെ മെയിൻ സ്പോട്ട്സ് മാത്രം നമുക്ക് കണ്ടിട്ട് ഹാർബർ ബ്രിഡ്ജും ഒപ്പറ ഹൗസും പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഏതോ ഒരു ഐലൻഡിൽ അടുത്ത് തന്നെ ഒരു മ്യൂസിയം പോലത്തെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് മാപ്പിൽ കണ്ടു. അതായത് അവിടെ പണ്ട് ജയിലെന്തോ ആയിരുന്നു, അതുകൂടെ കാണാൻ പോകണം എന്നാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ഗൈസ്, അവിടെ ആ ബോട്ടും ഒക്കെ പോകുന്നിടത്ത് നടുക്കായിട്ടൊരു ചെറിയൊരു ദ്വീപ് പോലത്തെ അതാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞാൽ ആ ഒരു കാസിലല്ല മ്യൂസിയം. നോക്കാം, നമുക്ക് അവിടെ പറ്റുവാണെങ്കിൽ പോയി നോക്കാം. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന്, ഇത് റിവറാണോ കനാലാണോ എന്താണേലും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തുമ്പം ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്നാണ് മാപ്പി കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ വ്യൂ പോയിൻ്റേക്ക് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് നടന്ന് നമുക്ക് ഒപ്പറ ഹൗസിൽ പോകാം. നമ്മൾ വെള്ളം മേടിക്കാൻ മറന്നു പോയതുകൊണ്ട് വെയിലുള്ളതുകൊണ്ടും നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഭാഗ്യം കറക്റ്റ് നമുക്ക് സമയത്ത് തന്നെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ കിട്ടിയിട്ടുണ്ട്. അവിടെ വെള്ളം കുടിച്ചിട്ട് ബാക്കി അപ്പുറത്ത് നടക്കാം. അതാൻ്റെ ഗൈസ്, ഒപ്പറ ഹൗസിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വരുമ്പോൾ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഒപ്പറ ഹൗസിൻ്റെ ഉണ്ടെന്നാണ് ഞാൻ മാപ്പിൽ കണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് എവിടെയോ വെച്ച് കടന്നും പോയി. സാരമില്ല, നമുക്ക് ഇതിൻ്റെ അറ്റം പിടിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ആ വ്യൂ പോയിൻ്റ് കിട്ടുമെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് അങ്ങനെ നടക്കാം. ഞാൻ നടന്ന് ഒപ്പറ ഹൗസ് കണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോട് ഞാൻ വരുന്നപ്പോൾ ഇവിടുത്തെ അമ്മച്ചി അപ്പച്ചനും വന്ന് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ഫെറി എടുത്തിട്ട്, ഇവിടെ നിന്നല്ല ഇതിൻ്റെ അങ്ങേ അടുത്തുനിന്ന് ഒപ്പറ ഹൗസിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫെറി എടുത്ത് മാൻലി വരെ ഫെറി പോവുക, എന്നിട്ട് തിരിച്ചു വരിക. അത് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഈ സൈഡിൽ നിന്ന് അടിപൊളിയായിട്ട് ഒപ്പറ ഹൗസിൻ്റെ വ്യൂ കിട്ടുമെന്ന് അവർ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്നുള്ളൊരു പ്ലാനാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, നമുക്ക് ഒപ്പറ ഹൗസ് എൻജോയ് ചെയ്യാം. നമ്മൾ തന്നെ നടന്ന് ഒപ്പറ ഹൗസിൻ്റെ അടുത്തോട്ട് പോകണേ. വഴി കൂടെ കറങ്ങി പക്ഷേ അത് ദൂരെ കൂടുതലാണ്. നമുക്ക് മറ്റേ ഫെറി റൈഡ് എടുക്കാൻ അതിന് 1 മണിക്കൂർ എടുക്കുമെന്നാണ് വഴി കണ്ടാൽ. സോ തിരിച്ച് പോന്നു ഫെറി റൈഡ്. സിഡ്നി ഒപ്പറ ഹൗസിൻ്റെ നമുക്ക് ഇതിനകത്ത് കാണാൻ ടിക്കറ്റ് വേണോ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. എന്നിട്ട് എൻ്റെ ഫെറി എവിടെ കണ്ടുപിടിക്കണം. അവിടെ ഒരു വലിയ ക്രൂസ് കിടക്കുന്നു. ഹാർബർ
എനിക്ക് തോന്നുന്നുണ്ട് അവിടെ നിന്ന് കുറേ ഫെറി കാണുന്നുണ്ട്. അവിടെ നിന്നായിരിക്കും മിക്കവാറും ഫെറി കിട്ടണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അബോറിജിനൽസിൻ്റെ മ്യൂസിക്കൽ സംഭവം. ആ പുള്ളി കൈയിട്ട് കൊട്ടുന്ന സാധനം ബൂമറാങ്ങാണ്. നമ്മൾ സർക്കുലർ പേയിൽ നിന്ന് മാൻഡിയിലേക്കുള്ള ഫെറി കയറി. ഇത് കറക്റ്റ് എത്ര ഇതിൻ്റെ ചാർജ് പറഞ്ഞോളാം. ടാപ്പ് ഓഫ് ചെയ്യുമ്പോൾ മിക്കവാറും ചാർജ് കാണിക്കുന്നത് $8 എന്നാണ് അവിടെ നിന്ന് പറഞ്ഞ വൺ സൈഡ്. നമുക്ക് ടാപ്പ് ഓഫ് ചെയ്യുമ്പോൾ അറിയാം. സർക്കുലർ പേയിൽ നിന്ന് 20 മിനിറ്റ് ട്രാവൽ ഉണ്ട് മാൻഡി വരെ. അവിടെ പോയി നോക്കാം. ഇതാണ് മാൻഡി. ഇവിടെ തന്നെ കുറേ ഫുഡ് ഷോപ്പുകളും അതും ഇതൊക്കെയാണ്. പിന്നെ അപ്പുറം ഏതാണ്ട് ഒരു ചെറിയ ബീച്ച് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കിട്ടുന്നില്ല. ഇവിടെ തന്നെ കുറേ അധികം ബീച്ചുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. വർക്കൗട്ട് ഏരിയ, കോളിൻസ് ബീച്ച്, മാൻലി ബീച്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യം എന്തെങ്കിലും പോയി കഴിക്കുന്നത് നോക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകാം. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കാം. അതാണ് അപ്പം ഇന്നത്തെ പ്ലാൻ. കാരണം ഇനി ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സാവത്തില്ല. ഇങ്ങോട്ട് 4 മണിക്കൂർ എന്നാലും നമുക്ക് കറക്റ്റ് അവിടെ എത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അത് റിസ്ക് എടുക്കണ്ട. ആദ്യം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പരിപാടി നോക്കാം. അപ്പോൾ നമ്മളൊരു കബാബൊക്കെ കഴിച്ചിട്ട് മാൻലി എന്തോ സ്ഥലത്തിൻ്റെ പേരാണ് ഞങ്ങളുടെ മാൻലിയുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിൽ കൂടെ പോയിട്ട് തിരിച്ച് പോകാനുള്ള വഴി നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ മാൻലി ഇന്ന് ഇറങ്ങി തിരിച്ച് സിഡ്നി സിറ്റിയിലേക്കുള്ള ഫെറി കയറാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും തിരിച്ച് സിറ്റി ചെല്ലുന്നു. ഒന്നുകൂടെ ഓപ്പറ ഹൗസിൻ്റെ അവിടെ എല്ലാം കറങ്ങുന്നു. പിന്നെ അവിടെ നേരെ ട്രെയിൻ കയറി എയർപോർട്ട്. അപ്പം ഇതാണ് സിഡ്നി.